കോൺഗ്രസിനെയും രാഹുലിനെയും വിമർശിച്ച് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭരണഘടനയുമായി രാജ്യം കറങ്ങുന്നവർ അടിയന്തരാവസ്ഥ കാലത്തെ കാര്യങ്ങൾ മറക്കുന്നുവെന്ന് പ്രഹ്ലാദ് ജോഷി. അതേസമയം ഗവർണറെ നിശബ്ദനാക്കാനാകില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ഗവർണറെ തടയാൻ ശ്രമിച്ചവർക്ക് മുന്നിലൂടെ അദ്ദേഹം പോയെങ്കിൽ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ പോരാടാൻ ആളുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. ഭരണഘടനാ ഹത്യാ ദിനാചരണത്തിന്റെ ഭാഗമായി BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ഭരണഘടനാ ഹത്യാ ദിനാചരണത്തിന്റെ ഭാഗമായി BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച സെമിനാറിലാണ് കോൺഗ്രസിനെ അതിരൂക്ഷമായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിമർശിച്ചത്. കോൺഗ്രസ് അടിച്ചേൽപ്പിച്ച അടിയന്തരാവസ്ഥ എന്ന വിഷയത്തിൽ കോൺഗ്രസിന് തന്നെ വിമർശനം. ഭരണഘടനയുമായി കോൺഗ്രസ് നേതാക്കൾ രാജ്യം കറങ്ങുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ കാര്യങ്ങൾ മറക്കുന്നുവെന്ന് പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കോൺഗ്രസ് ഒരു കാലത്തും ഭരണഘടനയെ ബഹുമാനിച്ചിട്ടില്ല. അടിയന്തരാവസ്ഥ കഴിഞ്ഞ 5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും കോൺഗ്രസിനുള്ളിൽ ജനാധിപത്യമില്ലെന്നും വിമർശനം. The Congress party, which never respect the constitution which they are speaking of today, they never respect. See, people who are holding the constitution or putting the constitution in their pocket and सारे देश में घूम रहे हैं, they probably don't remember what has happened. They remember it, but they don't want to show that it was done by their party, and they are trying to mislead the people, saying that there is an undeclared emergency. അതേസമയം അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ കാലം നിലനിൽക്കുന്നുവെന്നും ഗവർണറെ നിശബ്ദനാക്കാനാകില്ലെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി. ഗവർണറെ തടയാൻ ശ്രമിച്ചവർക്ക് മുന്നിലൂടെ അദ്ദേഹം പോയെങ്കിൽ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ പോരാടാൻ ആളുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. സ്വകാര്യ പരിപാടിയിൽ പോലും ഭാരതാംബയുടെ ചിത്രം വെക്കാൻ പാടില്ല എന്ന് ഗവർണർക്ക് നിർദ്ദേശം നൽകുന്ന മുഖ്യമന്ത്രി എന്ത് അധികാരത്തിന്റെ ബലത്തിലാണ് മുഖ്യമന്ത്രി ഈ നിർദ്ദേശം നൽകുന്നത്? മുഖ്യമന്ത്രി അധികാര ലംഘനം നടത്തുകയാണ്. എന്നിട്ട് ആ മുഖ്യമന്ത്രി തന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ ന്യായീകരിക്കുകയാണ്. ആ മന്ത്രിക്ക് ജനാധിപത്യത്തോടും ഭരണഘടനയോടുമുള്ള പ്രതിബദ്ധത എന്താണെന്നുള്ളത് കേരള നിയമസഭയിൽ അദ്ദേഹം കാണിച്ച കോപ്രായം കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. കേരള നിയമസഭയെയും ഭരണഘടനയെയും അവഹേളിച്ച ഒരു ആ മന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രസ്താവന ഇറക്കുകയല്ല, പ്രസംഗിക്കുകയല്ല, ഗവർണർക്ക് കത്തെഴുതി ഗവർണറെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ നിശബ്ദനാക്കിയ ഇന്ദിരാഗാന്ധിക്ക് സമമല്ലേ അത്? ചടങ്ങിൽ എമർജൻസി ഡയറീസ് എന്ന പുസ്തകം കേന്ദ്രമന്ത്രി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നൽകി പ്രകാശനം ചെയ്തു. BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ, മുതിർന്ന നേതാക്കന്മാർ, പ്രവർത്തകർ തുടങ്ങിയവരും ചടങ്ങിൽ ഭാഗമായി. ജനം, തിരുവനന്തപുരം.